തിരുനബി ജീവിതത്തിന്റെ പ്രകാശപൂർണമായ അധ്യായങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രപഞ്ചം. PA മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ വാർഷിക പ്രഭാഷണം. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയും. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയും 2009 മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെ കൊല്ലൂർ വിള കൊച്ചുതങ്ങൾ നഗറിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി വഅസ്ഹാബിഹി വഅൻസാരിഹി وأشياعه ومحبيه أجمعين يا رب العالمين. أبان مولده عن طيب عنصري يا طيب مبتدأ منه ومختتم يوم تفرس فيه الفرس أنهم قد أنذروا بحلول البؤس والنقم. عرش حق ہے مسند رفعت رسول اللہ کی دیکھتے ہیں حشر میں عزت رسول اللہ کی. قبر میں مر آئیں گے تا حشر چشمے نور کے جلوہ فرما ہوگی جب طلع رسول اللہ کی. ہم بخاری و کریم ان کا خدا ان سے فضو اور نہ کہنا نہیں عادت رسول اللہ کی. خاک ہو کر عشق میں آرام سے سونا ملا جان کے اکسیر ہے ഉൽഫത്ത് റസൂലുള്ളാഹി കീ. സർവാദരണീയരായ സയ്യിദ് ഹസ്ബുല്ലാഹ് തങ്ങൾ അവരുടെ, മറ്റ് പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദയവും ഉയർച്ചയും എന്ന പ്രമേയവുമായി 4ാമത്തെ ദിവസമാണ് നാം ഇവിടെ സംഗമിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര ആവിഷ്കാരം ഓരോ ദിവസം പിന്നിടുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ തൻ്റെ മനസ്സിലെ പ്രേമഭാജനം, സ്നേഹത്തിൻ്റെ നിധി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുകയും അവിടുത്തെയുടെ കുറിച്ചുള്ള പരിജ്ഞാനങ്ങൾ പുതുക്കുകയും ചെയ്യുകയാണ്. എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഇത് നമ്മുടെ ആത്മീയ ബന്ധത്തിന്റെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിന്റെ
പരസ്പരമുള്ള സല്ലാപങ്ങളുടെ കൈമാറ്റമാണ്. ഗഹനമായ ഒരു പഠന വിഷയത്തെ ആധികാരികമായി അവതരിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം. മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ പ്രമേയത്തെ ആവുന്നിടത്തോളം അടുത്തറിയുക എന്നതാണ്. ആത്മീയ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം മുതൽ അവിടുത്തെ കുറിച്ച് ഇന്നലകളിൽ നടന്ന മുന്നറിയിപ്പുകൾ മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മക്കയിലേക്ക്, അബ്ദുൽ മുത്തലിബിന്റെ ഭവനത്തിലേക്ക്, അബ്ദുല്ലാഹിയുടെ മുതുകിലേക്ക്, ആമിനത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ഒരുപാട് വൈകാരികമായ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രമേയമാണ്. കാരണം 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച് വഫാത്തായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഘട്ടങ്ങളും ജന്മവൃത്താന്തങ്ങളും ജീവിത ചരിത്രങ്ങളും പറയാൻ കഴിയാത്ത വിധം മറയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ പ്രമേയം, നമ്മുടെ പ്രേമത്തിന്റെ ഭാജനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങളോളം കഴിഞ്ഞിട്ടും അവിടുത്തെയുടെ ജീവിതത്തിൻ്റെയോ അവിടുത്തെയുടെ പരിണാമഘട്ടങ്ങളുടെയോ ഒരു പോയിന്റ് പോലും ചരിത്രത്തിന് അന്യമല്ല എന്നതാണ് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയേണ്ടത്. കാരണം എല്ലാ മതാചാര്യന്മാരും അവരുടെ അനുയായികളും ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുകയും ഒരുപക്ഷെ മതനേതാക്കന്മാരുടെ ചരിത്രം എന്താണ് എവിടെയാണെന്ന് അറിയാതെ അന്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജുലുൻ വുലിദ ഫീ ലൗഇ താരീഖ്, ചരിത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനിച്ചു വീഴുകയായിരുന്നു എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനിക്കാനുള്ള ഒരുപാട് വകുപ്പ് വരികയാണ്. ആ മുഖം ദീർഘിപ്പിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നലകളിലെ ചരിത്രത്തിന്റെ പരിണാമങ്ങളെ മനോഹരമായി അയവിറക്കുമ്പോൾ ഇത്ര വേഗം 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിപ്പെടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും അവിടുത്തെയുടെ തേജസ്സെടുത്ത് അതാതു കാലഘട്ടങ്ങളെ സമുദ്ധരിച്ച പ്രവാചകന്മാർ ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുൻവിരുന്നിന്റെ തളികയെടുത്തുകൊണ്ട് സൽക്കാരം നടത്തിയ പ്രവാചക പരിശ്രേഷ്ഠന്മാർ അവരുടെയൊക്കെ ചരിത്രങ്ങളെ തൽക്കാലം ഒരേടിൽ മടക്കിവെച്ച് 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലേക്ക് ധൃതിയിൽ സഞ്ചരിക്കുകയാണ്. ഇന്ന് നമുക്ക് നിലകൊള്ളാനുള്ളത് ഇന്നലകളിലെ പുരാണങ്ങളിലല്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഏടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ഏതെങ്കിലും പരാമർശങ്ങളിൽ അല്ല. മറിച്ച് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നാം എത്തുകയാണ്. കാരണം മക്കയിലുള്ള ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കടന്നു വരാനുള്ള തിരുനബിക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും അലങ്കാര വാക്കുകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ അവിടെ സ്ഥാപിക്കുന്നത് വാഗ്ദത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും
അവിടെ എത്തിക്കുന്നത് വാഗ്ദത്ത പ്രവാചകരുടെ മുൻവിരുന്നൊരുക്കാനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് വർഷം മുമ്പ് അല്ലെങ്കിൽ അതേ വർഷം പരിശുദ്ധമായ കഅബാലയത്തിനെതിരെ വന്ന ആക്രമണം നമുക്കെല്ലാവർക്കും അറിയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ആനപ്പടയോട് അല്ലാഹുവിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് തങ്ങളെ കണ്ടില്ലയോ, അറിഞ്ഞില്ലയോ? ആനക്കലഹത്തിനു വേണ്ടി വന്ന അബ്രഹത്ത് യഥാർത്ഥത്തിൽ അറബു ജനതയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല വിശ്വാസമുള്ള ആളുകളായിരുന്നു. ബിംബാരാധകരും ബഹുദൈവാരാധകരുമായ അറബു ജനതയേക്കാൾ അള്ളാഹുവിനെ അംഗീകരിക്കുകയും എന്നാൽ പ്രവാചകത്വപരമായ വിശ്വാസത്തിൽ കേവലമായ വ്യതിയാനം മാത്രം വരികയും ചെയ്ത നസ്വാറാക്കളാണ് യഥാർത്ഥത്തിൽ കഅബാലയത്തിനെതിരെ വന്നത്. ഇവിടെയാണ് സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എഴുതുന്നുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മുൻവിരുന്ന് ഒരുക്കാനുള്ള ഭൂമിയാണ് മക്ക എന്നതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ മക്കയിലുള്ള ആളുകളെക്കാൾ നല്ല വിശ്വാസമുള്ളവരായിരുന്നു അബ്രഹത്തിന്റെ ആളുകൾ. എന്നിട്ട് പോലും അവർക്ക് സഹായം ലഭിക്കാതിരുന്നത്, മക്കക്കാർക്ക് സുരക്ഷ ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കേണ്ട ഭൂമിയാണ് എന്ന മഹത്വം പരിഗണിച്ചുകൊണ്ടാകാം എന്ന് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറയുകയാണ്. അപ്പോൾ മക്കയുടെ അന്തരീക്ഷവും മക്കയുടെ ചുറ്റുപാടുകളുമെല്ലാം യഥാർത്ഥത്തിൽ വാഗ്ദത്ത പ്രവാചകർ നാളെയുടെ നിയോഗം ലോകത്തിന്റെ മുഴുവനും ദാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ ഇരു കൈയും നീട്ടി നിൽക്കുകയാണ്. ആ വിശുദ്ധമായ മുഹൂർത്തത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സഞ്ചാരം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് എവിടെ? പരിശുദ്ധമായ വസന്തത്തിന്റെ മാസം റബീഉൽ അവ്വൽ, പ്രഥമ വസന്തം, അതിന്റെ മനോഹരമായ തിങ്കളാഴ്ചയുടെ കൊച്ചു വെളുപ്പാൻ കാലം. അവിടെയാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറക്കുന്നത്. ഇമാം അഹ്മദ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം അവിടുന്ന് തിങ്കളാഴ്ചയുടെ വെളുപ്പാൻ കാലത്തായിരുന്നു. ലോകൈക ഗുരുവായ ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിശുദ്ധമായ തിങ്കളാഴ്ച അഅറാബി ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലയോ പ്രവാചക പ്രഭോ, എന്തിനാണ് തിങ്കളാഴ്ചയിൽ നോമ്പെടുക്കുന്നത്? ദാക യൗമുൻ ഉലിത്തു ഫീഹി, ആ ദിവസമാണ് എൻ്റെ ജന്മദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അനുഗ്രഹാശിസ്സുകളുടെയും സ്ഥാന ഉയർച്ചകളുടെയും എല്ലാ മുഹൂർത്തങ്ങളും നടന്നത് തിങ്കളാഴ്ചയാണ് എന്ന് ചരിത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലാണ് ആമിന റളിയല്ലാഹു അൻഹയും അബ്ദുല്ലാഹി എന്നവരും അരമന പങ്കിട്ടത് എന്ന് നാം പറഞ്ഞു. എന്നാൽ ഒരു നിവേദന പ്രകാരം അതും തിങ്കളാഴ്ചയാണ് എന്ന അഭിപ്രായം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിന്റെ പ്രഖ്യാപനം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്ന സൂറത്തുൽ മാഇദ അവതരിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. ബദർ യുദ്ധം നടന്നത് തിങ്കളാഴ്ച ദിവസമാണ്. അവിടുത്തെയുടെ ഹിജറ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം തിങ്കളാഴ്ച ദിവസമാണ്. മദീനയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് അവിടുത്തെയുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മദീന അനുഗ്രഹീതമാകുന്നത് തിങ്കളാഴ്ചയാണ്.
അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് വാഴ്ത്തപ്പെടാൻ വിളിക്കപ്പെട്ടത്, അഥവാ റഫീഖുൽ അഅലയിലേക്ക് പോയത്, ലോകത്തെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് പാരത്രിക ലോകത്തിന്റെ കവാടത്തിലേക്ക് കടന്നത് അതും തിങ്കളാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ മുഹൂർത്തങ്ങളെല്ലാം തിങ്കളാഴ്ചയാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനെയെല്ലാം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ചയുടെ കൊച്ചു വെളുപ്പാൻ കാലത്ത് മക്കയിലെ അബ്ദുൽ മുത്തലിബ് എന്ന പ്രമാണിയുടെ പ്രിയപ്പെട്ട ഇളയ മകൻ അബ്ദുല്ലാഹിയുടെ പത്നി ആമിനത്തു തുഹ്റായുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുകയാണ്. ലോകത്തിന്റെ എല്ലാ കണ്ണുകളും മക്കയിലെ വീട്ടിലേക്ക് തിരിയുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന ആ സമയത്തെക്കുറിച്ച് മാത്രം കവിത എഴുതിയ 100 ചില്ലാനം കവികളെ കാണാൻ കഴിയുകയാണ്. പക്ഷേ എവിടെയാണ് നമ്മൾ ഇതൊക്കെ ഉദ്ധരിക്കുക? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ആഇലുൽ ഖറനി, അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും എനിക്ക് പൊരുത്തമില്ല. പക്ഷേ അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജന്മമുഹൂർത്തത്തെ വളരെ മനോഹരമായ അറബി ഭാഷയിൽ ഖിസ്സത്തുർ റിസാലയുടെ ആമുഖത്തിൽ അടയാളപ്പെടുത്തിയത് വായിച്ചാൽ ആ രചനയുടെ മധുരം നമുക്ക് മനസ്സിലാവുകയാണ്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫീ കഫ്ഫിഹി ശഅലത്തുൻ, അവിടുത്തെയുടെ കയ്യിൽ ലോകത്തെ മുഴുവനും പ്രദീപ്തമാക്കാനുള്ള ദീപം കയ്യിലിരിക്കുകയാണ്. മാത്രമല്ല ഫീ കഫ്ഫിഹി ദഹ്റു വൽ ആയാതു വസ്സുഹുഫു, അവിടുത്തെ വിശുദ്ധമായ കൈകളിലാണ് കാലത്തിന്റെ നിയന്ത്രണവും പരിശുദ്ധമായ വേദത്തിന്റെ നിയന്ത്രണവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലാണ്. അവിടുന്ന് പിറന്നു വീഴുന്ന മനോഹരമായ മുഹൂർത്തം. എന്നാൽ ബഹുമാനപ്പെട്ട യൂസുഫ് സാലിഹിയുടെ സുബുലുൽ ഹുദയിൽ കാണാം, യാ സാതൻ നിൽനൽ സാദത വൽ ഹനാ ഫീഹാ ബിഖൈരിൽ ആലമീന മുഹമ്മദി തമ്മത് ലനാ ഫറാഹുഹാ ബിളുഹൂരിഹി وتكملت في شهر مولد أحمد. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് പിറന്നു വീഴുന്ന മഹനീയമായ മുഹൂർത്തമാണ്. ലോകത്തെ ഔദാര്യത്തിന്റെയും ആനുകൂല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും കടാക്ഷത്തിന്റെയും കരുണാവർഷങ്ങളുടെയും മനോഹരമായ നിമിഷമെന്ന് കാവ്യ തല്ലജങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പണ്ഡിതന്മാര് കാത്തു നിൽക്കുമ്പോ യഖൂലു ലനാ ലിസാനുൽ ഹാലി മിൻഹു വഖൗലുൽ ഹഖ് യഅ്ദുബു ലിസ്സമീഇ ഫവജ്ഹി വസ്സമാനു വശഹ്റു വദ്ഇ റബീഉൻ ഫീ റബീഇൻ ഫീ റബീഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയം വസന്തമാണ്, ജലിക്കുന്ന ദേശം വസന്തത്തിന്റെ ദേശമാണ്, കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന മാസമോ അഹ്യാ റബീഉൽ ഖൽബി, അത് ഹൃദയത്തിന്റെ വസന്തമാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയ, ഏറ്റവും ആത്മാർത്ഥമായി അല്ലാഹുവിങ്കലേക്കടുത്ത വിശുദ്ധരായ ദാസർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിയുടെ മനോഹരമായ മുഹൂർത്തം, അത് വസന്തത്തിന്റെ നാളിലെ വസന്ത സമയത്താണ്. ജമീനോ ജമാൻ തുമ്ഹാരേ ലിയേ മക്കീനോ മകാൻ തുമ്ഹാരേ ലിയേ ചുനിയോ ചുനാ തുമ്ഹാരേ ലിയേ ബനെ ദോ ജഹാ
तुम्हारे लिए ഓ നബിയേ ജമീനോ സമാൻ കാലവും ഇടവും തങ്ങൾക്ക് വേണ്ടിയാണ് മക്കീനോ മകാൻ നിവാസിയും ഭവനവും തങ്ങൾക്ക് വേണ്ടിയാണ് ചുനിയോ ചുന അവിടുന്ന് ഇടവും കാലവും കാലവും ഇടവും നിവാസിയും ഭവനവും ഭവനവും നിവാസിയും അങ്ങനെ എല്ലാ പാരസ്പര്യങ്ങളും തങ്ങൾക്ക് വേണ്ടിയാണ് ബനേ ദോ ജഹാ ഭൗതികവും ആത്മീയവുമായ ലോകത്തിന്റെ സൃഷ്ടിപ്പും തങ്ങൾക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് കാലത്തിന്റെ കർമ്മകാണ്ഡമായ മുത്തുമേനിയുടെ പിറവിക്ക് വേണ്ടി കാലം മുഴുവനും കാതോർത്ത് കണ്ണു നട്ടിരിക്കുമ്പോഴാണ് മക്കായുടെ വിരിമാറിലേക്ക് വസന്തത്തിന്റെ പുഷ്പമായി ലോകത്തിന്റെ നേതാവ് സയ്യിദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രത്യേകിച്ചും മഹബത്തിന്റെ വേദിയായതുകൊണ്ട് സ്വലാത്തിൽ നാം ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മക്കയിലും മദീനയിലും ലോകത്തിന്റെ ദിക്കുമുക്കുകളിലുമായി കാത്തിരുന്നവരെ കുറിച്ചാണ് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത്. ഈ വസന്തത്തിന്റെ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകം മുഴുവനും കാതോർത്ത് കണ്ണു നട്ട് കാത്തിരിക്കുന്നു. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഇനി വിമർശകന്മാരുടെയോ വിരോധികളുടെയോ ചാട്ടുളികൾ ഈ ചരിത്രത്തിനെതിരെ വരാൻ അനുവദിക്കില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ ആമുഖമായോ ജന്മത്തോട് അനുബന്ധമായോ അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായോ ആശ്ചര്യ സംഭവങ്ങൾ പറയുമ്പോൾ അതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ ആരും വരണ്ട. കാരണം എന്താണ്? ഖുർആൻ മുഴുവനും അമ്പിയാക്കന്മാരുടെ ആശ്ചര്യ മുഹൂർത്തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ വിശ്വസിക്കാതെ ഒരാൾ ഇസ്ലാമിൽ വ്യക്തിയാകൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് ആമുഖമായി നാം മനസ്സിലാക്കണം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈ കക്ഷത്തു നിന്നെടുക്കുമ്പോൾ പ്രകാശം പ്രവഹിക്കുന്നു. അതൊരാശ്ചര്യ സംഭവമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു വടി കൊണ്ടടിക്കുമ്പോഴേക്ക് സമുദ്രം രണ്ടായി പിളരുന്നു. ഖുർആൻ പഠിപ്പിച്ച അത്ഭുത സംഭവമാണ്. നബി സല്ലല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയിടുമ്പോഴേക്ക് അത് വലിയ സർപ്പമായി പരിണമിക്കുന്നു, പാമ്പായി മാറുന്നു. ഖുർആൻ പഠിപ്പിച്ച അത്ഭുത സംഭവമാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം വടി കൊണ്ട് പാറയിലടിക്കുമ്പോ ഒട്ടകം പുറത്തേക്ക് വരുന്നു. ഖുർആൻ പഠിപ്പിച്ചത് ഉൾക്കൊള്ളേണ്ട അത്ഭുത സംഭവമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്കോ അതാ ചെറിയ കുട്ടി സംസാരിച്ചുകൊണ്ട് സാക്ഷി പറയുന്നു. അവിടുത്തെയുടെ ജീവിതത്തിലെ അത്ഭുതമാണ്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ നടന്ന ആശ്ചര്യ സംഭവങ്ങൾ ഖുർആനിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു. അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോടോ അവിടുത്തെയുടെ വ്യക്തിത്വത്തോടോ ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങളിൽ ആശ്ചര്യപ്പെടാനില്ല. അത് പ്രമാണനിബദ്ധമാണ്. ഇനി ഇതിലേതെങ്കിലും പരാമർശങ്ങൾ പ്രായോഗികമല്ലെന്നോ ദുർബലമാണെന്നോ പ്രമാണനിബദ്ധമല്ലെന്നോ പറയാൻ നമുക്ക് പറ്റില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധരായ മുഹദ്ദിസുകളും അവിടുന്ന് പ്രൗഢഗംഭീരമായി ലോകം മുഴുവനും സ്വീകരിച്ച സീറയുടെ രചയിതാക്കളും ഇസ്ലാമിക ചരിത്രത്തിന്റെ ആധികാരിക പണ്ഡിതന്മാരും എടുത്തുദ്ധരിക്കുകയും കാര്യക്ഷമമായി ചർച്ച ചെയ്യുകയും ചെയ്യാത്ത ഒരു പരാമർശങ്ങളും നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വജനങ്ങളെയും അവിടുത്തെ മഹാത്മ്യങ്ങളെയും കാലത്തോട് വിളിച്ചു പറയുമ്പോ വിസമ്മതത്തിന്റെ വിഷലിപ്തങ്ങളായ ആയുധങ്ങളുമായി അഹ്ലുസുന്നയുടെ വിരിമാറിലേക്ക് ആയുധമുയർത്തുന്നവർ പ്രമാണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഈ വിശുദ്ധമായ പരാമർശങ്ങളെയും ആശയങ്ങളെയും നമ്മൾ ഉദ്ധരിക്കുന്നത്.
ഇതെല്ലാം ഡസനും കണക്കിന് ഇമാമുകൾ, ഇമാം അബൂ നുഐം, ഇമാമുൽ ബൈഹഖി, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാകിർ തുടങ്ങിയുള്ള ലോക സ്വീകാര്യരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വിമർശകന്മാരുടെ പാളയത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഇബ്നു കസീറിനെ പോലെ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയെ പോലെ വിമർശകന്മാർക്ക് കൂടി പഥ്യമുള്ള ആളുകളും പരാമർശിക്കാത്ത ഒരു വിഷയങ്ങളും ഇന്നെന്റെ ഈ പരാമർശങ്ങളിൽ വരുന്നില്ല. ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെടുന്നത് മുഴുവനും ഇസ്ലാമിക ലോകത്ത് അല്പമൊന്ന് വ്യതിയാനത്തോടെ സഞ്ചരിച്ചവർ പോലും സമ്മതിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ ഇത്രയും കർക്കശമായി പറയാൻ കാരണം ഈ പരാമർശങ്ങളുടെ പ്രാമാണിക പിന്തുണയിൽ നിന്നുകൊണ്ടല്ലാതെ ഒരൊറ്റ മഹാന്മാരും മൗലിദിന്റെ രചനകൾ നടത്തിയിട്ടില്ല. എല്ലാ മൗലിദിന്റെ രചയിതാക്കളും ഇമാമുകൾ എഴുതി വെച്ച തിരുകീർത്തനങ്ങളുടെ ശകലങ്ങളെടുത്ത് മനോഹരമായി ക്രമീകരിക്കുകയല്ലാതെ അവരുടെ സ്വന്തമായി ഒരു സംഭവവും അവർക്ക് അത് കടത്തിക്കൂട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ മരുപ്പറമ്പിലെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലെ അബ്ദുല്ലാഹിയുടെ പത്നിയുടെ ആമിനത്തു തുഹ്റായുടെ മടിത്തട്ടിലേക്ക് ലോകം ചരിത്രം കാത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറക്കുന്ന രാത്രിയിൽ കാത്തിരിക്കുകയാണ്. ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു, ഇമാം അബൂ നുഐം തങ്ങൾ ഉദ്ധരിക്കുന്നു. അതിന്റെ നിവേദന പരമ്പര സ്വീകാര്യമാണെന്ന് മഹാന്മാര് പറയുന്നു. കാന യഹൂദി, ഒരു യഹൂദി ഉണ്ടായിരുന്നു, ജൂത പണ്ഡിതൻ. യത്തജിറു ബിഹാ ബിമക്ക, അയാൾ അവിടുന്ന് പരിശുദ്ധമായ മക്കയിൽ കച്ചവടം നടത്തുന്നയാളാണ്. അയാൾ ഒരു ദിവസം വിളിക്കുകയാണ്, പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന രാത്രിയിൽ അവിടുന്ന് അറബ് ലോകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കെ വിളിച്ചു ചോദിക്കുന്നു, അല്ലയോ ഖുറൈശികളെ, അല്ലയോ പ്രിയപ്പെട്ട ഖുറൈശി കുടുംബത്തിലെ ആളുകളെ, ഹൽ വലിദ ഫീകുമുൽ ലൈലത മൗലൂദ്, ഇവിടെ എവിടെയെങ്കിലും ഒരു നവജാത ശിശുവിന്റെ വർത്തമാനമുണ്ടോ? ഇന്നിവിടെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഫഖാലൽ ഖൗം വല്ലാഹി ലാ നഅലമുഹു, അപ്പൊ അവിടെയുള്ള ജനങ്ങളെല്ലാം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല ഇവിടെ എവിടെങ്കിലും ഇന്നൊരു കുട്ടി ജനിച്ചോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലയോ ഖുറൈശി പ്രമുഖന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഇഹ്ഫളൂ മാ അഖൂലു ലക്കും, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വലിദ ഫീ ഹാദിഹിൽ ലൈലത്തി നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെയും അന്ത്യ സമുദായത്തിന്റെയും പ്രവാചകരാണ് ഈ രാത്രിയിൽ പിറവിയെടുത്തിട്ടുള്ള ദൂതർ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ നബിയെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തരാമോ? ബൈന കത്തിഫൈഹി അലാമാ, ആ ജനിക്കുന്ന കുട്ടിയുടെ രണ്ട് ചുമലുകൾക്കിടയിൽ അടയാളമുണ്ടാകും, ആ പ്രത്യേകമായ നുബുവത്തിന്റെ മുദ്രണമുണ്ടാകും എന്ന് പറയുമ്പോ ഖുറൈശി കുടുംബത്തിലെ അല്ലെങ്കിൽ കുലത്തിലെ മുഴുവൻ ആളുകളും അവിടെ ചിതറിപ്പരതി നോക്കുകയാണ്, എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും അബ്ദുല്ലാഹിയുടെ ഭാര്യ ആമിനത്തു തുഹ്റായുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഉടനെ ഈ ജൂതനെ കൊണ്ടുവന്നു, ഇതാ ഇവിടെ ഒരു കുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴവിടുന്ന് ആമിന റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അഖ്രിജീ ഇലൈനാ, ആ നവജാത ശിശുവിനെ ഇങ്ങോട്ടൊന്ന് തരുമോ, ഞങ്ങൾക്കൊന്ന് കാണാനാണ്. എടുത്തു നോക്കുമ്പോഴേക്ക് കുഞ്ഞിന്റെ മുഖത്തേക്കല്ല പാതിരി നോക്കുന്നത്, കുഞ്ഞിന്റെ മുതുകിലേക്കാണ്. വൈലക മാലക്, ഇയാൾ ഉടനെ ബോധരഹിതനായി അങ്ങ് വീരുമ്പോ അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ സമയത്ത് ഖുറൈശികളുടെ ചോദ്യമാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ബോധരഹിതനായി പോകാനുള്ള കാരണം? എന്തേ ഈ കുട്ടിക്ക് സംഭവിച്ചു പോയത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, ദഹബത്തിൻ നുബുവ്വത്തു മിൻ ബനീ ഇസ്രായീൽ,
ഇസ്രായേലിൽ നിന്ന് പ്രവാചകത്വം മാറിയിരിക്കുന്നു, ഖുറൈശി കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഫരിഹ്തും ബിഹി യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശികളെ നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങളിലേക്ക് ഇതാ നവാഗതനായി പുതിയൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. ഈ പ്രവാചകനെ എടുക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്ന മനോഹരമായ പരാമർശങ്ങളാണ്. വാഗ്ദത്ത പ്രവാചകനെന്ന് വേദത്തിൽ പറഞ്ഞ് കാലം കാത്തിരുന്ന തിരുനബിയാണ് ഈ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനായി ജനിച്ചിരിക്കുന്നത്. ഫരിഷ്തേ ഖിദം റസൂലേ ഹശം തമാമേ ഉമം ഉലാമേ കറം ഉജൂദോ അദം ഹുദൂസോ ഖിദം ജഹാ തുമാരേ ലിയേ. ഇമാം അഹ്മദ് റിളാ ഖാന്റെ ഈ കവിത മുഴുവനും അത്ഭുതമാണ്. വളരെ മനോഹരമായ ഒരു കാവ്യതല്ലജത്തെ തിരുനബിതങ്ങളുടെ കീർത്തനമായി കോർത്തിണക്കാൻ നിയോഗം കിട്ടിയ വിശുദ്ധ വാചകത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ഫരിഷ്തേ ഖിതം, ഇവിടെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകന്മാർ മാലാഖമാരാണ്. തമാമേ ഉമം ഓലാമേ കറം, എല്ലാ സമുദായങ്ങളും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിന്റെ മുമ്പിലെ അടിമകളാണ്. ഉജൂദോ അദം ഹുദൂസോ ഖിദം, അല്ലാഹുവിന്റെ ഖിദമിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉടമസ്ഥതയിലുള്ള ലോകത്തോട് മുഴുവൻ നിശ്ചയിച്ച മഹത്വവും എല്ലാ മഹത്വവും ലഭിച്ച നേതാവാണ്. ജഹാമേയ തുമാരേ ലിയേ, പ്രപഞ്ചത്തിലെ ഓരോ ദിക്കുമുക്കുകളിലും പ്രശസ്തി കൊണ്ട് പ്രാതിനിധ്യം അറിയിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അസാലത്തെ കുൽ ഇമാമത്തെ കുൽ സിയാദത്തെ കുൽ ഇമാറത്തെ കുൽ ഹുകൂമത്തെ കുൽ വിലായത്തെ കുൽ ഖുദാ കേ ഹാ തുമാരേ ലിയേ. ഓ പ്രവാചക പ്രഭോ, സാരഥ്യത്തിന്റെ സാകല്യവും നേതൃത്വത്തിന്റെ നെറുകയും അംഗീകാരത്തിന്റെ ആകാശവും സ്വീകാര്യതയുടെ മുഴുവൻ സമ്മതങ്ങളും അവിടത്തേക്ക് വേണ്ടിയാണ്. യാ റസൂലല്ലാഹ്. യഥാർത്ഥത്തിൽ ഈ വരികളുടെ ആശയം പൂർണ്ണമായി പറയാൻ എനിക്ക് ശക്തിയില്ല, അറിയാൻ എനിക്ക് പരിജ്ഞാനമില്ല. അതിന്റെ പ്രകടമായ ഒരു സൂചന മാത്രമേ പറയാൻ കഴിയൂ. അനുരാഗത്തിന്റെ മധു കൽബിൽ നിറച്ചിട്ടാണ് അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ഇതിന്റെ ഓരോ വരികളും കോർത്തിണക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് മുഴുവനും മുന്നറിയിപ്പ് ലഭിച്ച മഹാത്മാവാണ്, നേതാവാണെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്ന ഒരു പരാമർശം കൂടി പറയാനുള്ള വ്യഗ്രത കൊണ്ട് നേരത്തെ പറയാം. ദഹൻ മേ സബാൻ തുമാരേ ലിയേ, ബദൻ മേ ജാൻ തുമാരേ ലിയേ. ഓ നബിയെ, മനസ്സിൽ ഭാഷ വന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബോഡിയിൽ ആത്മാവ് വന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്. ഹം ആയേ ഹാം, ഞങ്ങൾ ഈ ഭൗതിക ലോകത്തേക്ക് വന്നതും തങ്ങൾക്ക് വേണ്ടിയാണ്. ഉഠേ ബീവാ, അവിടെ ഞങ്ങൾക്ക് ഉൽപാദനമുണ്ടായതും തങ്ങൾക്ക് വേണ്ടിയാണ്. തുമാരേ ലിയേ തുമാരേ ലിയേ. ഓ ഹബീബേ, അവിടത്തേക്ക് വേണ്ടിയാണ് ആത്മാവിന്റെ ഭാഷ, അവിടത്തേക്ക് വേണ്ടിയാണ് ശരീരത്തിന്റെ ആത്മാവ്, അവിടത്തേക്ക് വേണ്ടിയാണ് ഉണ്മയുടെ തുടക്കം, അവിടത്തേക്ക് വേണ്ടിയാണ് ആത്മാവിന്റെ തുടക്കം. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്.
ചെയ്യുന്നവർക്ക്, ഈ പരാമർശത്തിന്റെ പരമ്പരയെ ചോദ്യം ചെയ്യുന്നവർക്ക് ഇതിന്റെ ആശയത്തിന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും സ്വീകാര്യോഗ്യമായ പരമ്പരകളിലൂടെ അവിടുന്ന് പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയുടെ മുഹൂർത്തത്തിനു വേണ്ടി അറബ് ലോകത്ത് വിളിച്ചു പറയുകയാണ്. ഇനിയും കാണാം, ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരാണ് ഷാഇറെ മുസ്തഫ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നു, ഞാൻ യസ്രിബിലായിരുന്നു, അഥവാ മദീനയിൽ. റബീഉൽ അവ്വൽ 12 കൊച്ചു വെളുപ്പാൻ കാലത്തൊരു മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി ഒരു യഹൂദി വിളിക്കുന്നു, വരൂ, എല്ലാവരും വരൂ, നിങ്ങളോടൊരു സുവിശേഷം പറയാനുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരെയും ക്ഷണിക്കുന്നത് കേട്ട് ചെന്നപ്പോ പറഞ്ഞു, അതാ ഞാനൊരു ചമന്ന പ്രത്യേകതയുള്ള ഒരു നക്ഷത്രം ഞാൻ കാണുന്നുണ്ട്. ഈ നക്ഷത്രം വാഗ്ദത്ത പ്രവാചകന്റെ പിറവിയോടടുത്ത് രംഗപ്രവേശനം ചെയ്യുന്നതാണ്. ഞാൻ അറിയുന്നു, ഇതവിടുന്ന് മുഹമ്മദ് മുസ്തഫ അഹമ്മദ് പ്രവാചകൻ ഇവിടെ ജന്മമെടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നതായ യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരെ മക്കയിൽ നിന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ അലയ്ക്കുമാറ് വിളിച്ചു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി വരാം. ബഹുമാനപ്പെട്ട ഇമാം അബൂ നുഐം, ഇമാം ഇബ്നു അസാക്കിർ, ബഹുമാനപ്പെട്ട ശുഐബ് ബിൻ ശുഐബ് തങ്ങൾ നിവേദനം. അവിടുന്നതാ സിറിയയുടെ ഭാഗത്ത്, ഇന്നലെ ഞാൻ പറഞ്ഞു മക്ക നബി തങ്ങളുടെ ജന്മഭൂമിയാണ്, മദീന അവിടുത്തെ പലായനത്തിന്റെ ഭൂമിയാണ്, സിറിയ അവിടുത്തെ സഞ്ചാരത്തിന്റെ ദേശമാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ ഈ 3 പ്രദേശങ്ങൾക്കും ഒരു പ്രത്യേകമായ ഏകോപനമുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധമായ സിറിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് യാത്ര പറയേണ്ട സിറിയയിൽ ഈസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അയാളോ പരിശുദ്ധമായ മക്കയിൽ വന്ന് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും പറയും, ഇവിടെ ഒരു നവജാത ശിശു വരാനുണ്ട്. പ്രത്യേകിച്ചും തിങ്കളാഴ്ചയാകുമ്പോ വിളിച്ചിട്ട് ചോദിക്കും, ഇവിടെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു വർത്തമാനവും കിട്ടാതെ അയാൾ മടങ്ങുന്നു. ഒരുപാട് തവണ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കാതിലും മലച്ചു. എവിടെയാണ്, എന്താണ്? വാഗ്ദത്ത പ്രവാചകൻ ഇവിടെയാണ് വരേണ്ടത്. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒരു വാഗ്ദത്ത നബിയുടെ അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിന്റെ വൃത്താന്തമുണ്ടോ? ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റബീഉൽ അവ്വൽ 12 വെളുപ്പാൻ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. ഉടനെ അവിടുന്ന് അബ്ദുൽ മുത്തലിബിന് ഓർമ്മ വന്നു. എന്നും ഇവിടെ വിളിച്ചു പറയുന്ന ഈസ് എന്ന് പറയുന്ന പുരോഹിതനുണ്ടല്ലോ, അയാൾ വേദജ്ഞാനിയാണല്ലോ. അയാളെ തേടിപ്പിടിച്ച് അബ്ദുൽ മുത്തലിബ് എന്നവര് പോവുകയാണ്. ചെന്നിട്ട് പറയുന്നു, ഒലിദലി അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബിന് ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോഴേക്ക് ഈസ് ഇങ്ങോട്ട് പറയുകയാണ്, കുൻ അബാ, ഓ അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ ആ കുഞ്ഞിന്റെ വാപ്പയാണ്. നിങ്ങൾ അവിടുന്ന് സംരക്ഷണം നടത്തേണ്ടയാളാണ്. നേരെ വാപ്പ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് ഉത്തരവാദിത്വമുള്ളത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ജന്മത്തിന്റെ ചേതോഹരമായ രംഗത്തെ വർണ്ണിക്കുമ്പോഴാണ് അബ്ദുൽ മുത്തലിബിനോട് പറയുന്നു, നിങ്ങൾ പ്രത്യേകം സംരക്ഷിക്കണം. ആ കുഞ്ഞിന് ഒരുപാട് അസൂയാലുക്കളുണ്ട്, എതിരാളികളുണ്ട്. അവരുടെ ആരുടെയും കരസ്പർശമേൽക്കാതെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിന്റെ ചോദ്യം, അല്ലയോ ഒരു കാര്യം അന്വേഷിക്കട്ടെയോ, ഈ കുഞ്ഞിന്റെ പ്രായം എത്രയായിരിക്കും? അപ്പോൾ പറഞ്ഞു, 70 വയസ്സ് തികയില്ല, 61 63 ആയിരിക്കും വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ദിവസം
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ വയസ്സിനെ പാതിരിമാർ പാഠഭാഗങ്ങളായി വേദപാഠങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തത് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രവാചകന് 63 വയസ്സായിരിക്കും. ശുദ്ധമായ വയസ്സിനെ പാതിരിമാർ പാഠഭാഗങ്ങളായി വേദപാഠങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തത് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രവാചകന് 63 വയസ്സായിരിക്കും. ഖുർആനിലെ ആയത്തിൽ അംറുക വഫീ സക്രതിഹിം യഅമഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിനെ കൊണ്ട് സത്യം ചെയ്തതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്ന് മഹാന്മാര് പറയുന്നു. കഴിഞ്ഞ വർഷം അതിന്റെ അല്പം ചില ശകലങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി ഓർക്കുകയാണ്, കടക്കുന്നില്ല. അവിടുത്തെ വയസ്സിന്റെ 63 എന്ന എണ്ണം ഒരുപാട് ആത്മീയ രഹസ്യങ്ങളുടെ കലവറയാണ് എന്ന് പറയുകയും ആ വിഷയത്തെ മാത്രം പരാമർശിച്ചുകൊണ്ട് സമകാലിക പണ്ഡിതനായ ബഹുമാനപ്പെട്ട അലിയുൽ ജിഫ്രി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ്, ആ എണ്ണത്തെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് നടത്തിയ വളരെ ആധികാരികമായ അന്വേഷണാത്മകമായ പഠനമുണ്ട്. ഇൻഷാ അല്ലാഹ് നിയോഗം ലഭിച്ചാൽ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് പോലും കാലത്തിന്റെ ഖൽബിലേക്ക്, ലോക ചരിത്രത്തിന്റെ അധ്യായത്തിലേക്ക് അവിടുത്തെയുടെ പിറവിക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കി വെക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുൽ അശ്ഹൽ ഗോത്രത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരുപാട് പരാമർശങ്ങൾ ഇതിനോടനുബന്ധമായി പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് വേഗം പോവുകയാണ്. അബ്ദുൽ അശ്ഹൽ ഗോത്രത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞു, ഹറമിൽ നിന്ന് അഹ്മദി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകന്റെ ആഗമനത്തിന്റെ സമയമായിരിക്കുന്നു. ഞാനങ്ങനെ എല്ലാവരോടും അന്വേഷിച്ചു, ഇതൊരു ജൂതന്റെ മാത്രം വർത്തമാനമാണോ, അതല്ല എല്ലാ ജൂതന്മാരുടെയും അഭിപ്രായമാണോ? മദീനയുടെ പരിസരത്താണ് നാട്, അഥവാ അന്നത്തെ യസ്രിബിന്റെ സമീപത്താണ്. അവിടെ അന്വേഷണം നടത്തിയപ്പോഴോ സുഹൈർ ബിൻ ബാത്വ എന്ന് പറയുന്ന പണ്ഡിതനും ഇതേ അഭിപ്രായമുണ്ട്. ബനൂ നദീർ ഗോത്രത്തിലെ ജൂതന്മാർക്കും ഇതേ അഭിപ്രായമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ നിവേദകനാണ്. മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നു. അപ്പൊ എന്റെ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട നബിയേ, അവിടത്തെ ആഗമനത്തിന്റെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള സുഹൈർ ബിൻ ബാത്വ എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിയേ. അവിടത്തേക്ക് എന്താ പറയാനുള്ളത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ അസ്ലമ സുഹൈർ ബിൻ ബാത്വ, അദ്ദേഹം എങ്ങാനും ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ ബനൂ നദീർ ഗോത്രം മുഴുവനും അങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ അയാൾക്ക് ആ നിയോഗമുണ്ടായില്ല. അതുകൊണ്ട് അയാളെ കുറിച്ച് എനിക്ക് വിഷമമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെ സമയം മുഴുവനും കാത്തിരിക്കുന്നതോടെ പരിശുദ്ധമായ അറബ് രാജ്യം മുഴുവനും പ്രകാശിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് കാരുണ്യത്തിന്റെ കരവലയത്തിലേക്ക് കറുത്ത നൂറ്റാണ്ടെന്ന് വിളിച്ചു പറയപ്പെട്ട അറബ് ജനത കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വീണ്ടും നമ്മെ വിളിക്കുന്നു, തോമാരി ചമക്ക് തോമാരി ദമക്ക് തോമാരി ജലക്ക് തോമാരി മെഹക്ക് ജമീനോ ഫലക്ക് സമാക്കോ സമക്ക് മേ സക്കാ നിശാൻ തോമാരേ ലിയേ. ഓ നബിയേ, അവിടുത്തെയുടെ പ്രഭാവം, അവിടുത്തെയുടെ പ്രകാശം, അവിടുത്തെയുടെ വെളിച്ചം, അവിടുത്തെയുടെ പ്രശോഭ, അവിടുത്തെയുടെ ഗോളാന്തരങ്ങളിൽ പ്രതിഫലിച്ച വെളിച്ചം, അതെല്ലാം ഹബീബേ നിശാൻ തുമാരേ ലിയേ. അവിടുത്തെയുടെ പ്രാതിനിധ്യത്തിന്റെ അഭിധാനങ്ങളും അവിടുത്തെയുടെ സാന്നിധ്യത്തിന്റെ പ്രതിധ്വാനങ്ങളുമാണ് യാ റസൂലല്ലാഹ്.
അവിടുത്തെയുടെ സാന്നിധ്യത്തിന്റെ അനുരണനങ്ങളും അവിടുത്തെയുടെ പ്രാതിനിധ്യത്തിന്റെ പ്രതിധ്വാനങ്ങളും അവിടുത്തെ ജന്മത്തിന്റെ വിളിച്ചറിയിക്കലുകളും എല്ലാമാണ് നബിയേ. എവിടെയും തങ്ങൾ അന്യമായിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന രാജാവാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുവിശേഷത്തിന്റെ കൂട്ടുകാർ, അനുഗ്രഹത്തിന്റെ ആർത്തിയുള്ള സുമനസ്സുകൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. എന്നാൽ തമസ്സിന്റെ കൂട്ടാളികൾ ആ സമയത്ത് എന്തു ചെയ്യുകയായിരുന്നു? ഒന്ന് എത്തി നോക്കണമല്ലോ. ഇരുട്ടിന്റെയും മാർഗഭ്രംശത്തിന്റെയും എല്ലാം ആളുകൾ അവർക്കപ്പോഴെന്തായിരുന്നു പണി? അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം, ആ സമയത്തോ പിശാച് കരയുകയാണ്. ഏകദേശം 1 ഡസനോളം ആധുനിക പണ്ഡിതന്മാർ എഴുതിയത് വായിക്കാൻ നമുക്കിടവരുന്നു. റന്ന ഇബ്ലീസു അർബഅ റന്നാത്തിൻ, അവിടുന്നതാ ഇബ്ലീസ് നിലവിളിച്ച 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേതോ അള്ളാഹുവിന്റെ ശാപമേറ്റപ്പോൾ, രണ്ടാമതോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, മൂന്നാമതോ ഹീന വലിദൻ നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവാർത്ത അറിഞ്ഞപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് നിലവിളിച്ചു പോവുകയാണ്. വഹബത്തു സുഹൈലിയെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം സബ്ബാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയെ പോലെയുള്ള ആധുനികർ എല്ലാവരും ഈ വിഷയം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുൻകാല മുഫസ്സിറുകൾ അൽ ബിദായ വന്നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതിലെല്ലാം ഇത് കാണാം. പിശാചിന്റെ നിലവിളികൾ ഏറ്റവും ആർത്തനാദത്തോടെ മുഴങ്ങിയ 4 ഘട്ടങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജന്മമാണ്. അടുത്ത ഘട്ടമോ പരിശുദ്ധമായ ഫാത്തിഹത്തുൽ കിതാബ് അവതരിച്ച സമയമാണ്. കാരണം നബി തങ്ങളുടെ പിറവി എന്ന് പറഞ്ഞാലോ ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ജിബ്രീലു റവാഹുൻ ബിഹാ ഗദ്ദാഉ. ഒരുപാട് തവണ ആവർത്തിച്ചു പറയേണ്ട അഹമ്മദ് ഷൗഖിയുടെ മധുര വഴികളാണ്. ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖി ഇത്രത്തോളം മനോഹരമായൊരു വരി എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട വരിയാണ് ഉലിദൽ ഹുദാ, സന്മാർഗം പിറവിയെടുത്തു, ഫൽ കായിനാതു ളിയാഉ, പ്രപഞ്ചമാകമാനം പ്രദീപ്തമായി, വഫമുസ് സമാനി, കാലത്തിന്റെ കവിളിൽ, തബസ്സുമുൻ വസനാഉ, പുഞ്ചിരിയും സ്തോത്രങ്ങളുമാണ്. അർറൂഹു വൽ മലഉൽ മലായികു, വിശുദ്ധാത്മാക്കളും മാലാഖമാരുമെല്ലാം, വൽ മലായികു ഹൗലഹു, നവജാത ശിശുവിന്റെ ചുറ്റിലും നിൽക്കുകയാണ്. എന്നിട്ടോ ജിബ്രീലു റവാഹുൻ ബിഹാ ഗദ്ദാഉ, ജിബ്രീൽ അലൈഹിസ്സലാം രാവിലെ വന്ന് ചോദിക്കും ക്ഷേമമാണോ, അടുത്ത സമയം വന്ന് ചോദിക്കും ക്ഷേമമാണോ, വൈകുന്നേരം വന്ന് ചോദിക്കും ക്ഷേമമാണോ. അങ്ങനെ വിശുദ്ധരായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം കൊണ്ട് അന്വേഷണം നടത്തപ്പെടുന്ന നവജാത ശിശുവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഹംദിയത്തുൻ നബവിയ്യയിൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദത്തുൽ മുശറഫയ്ക്ക് പാരഡി എഴുതാൻ നിയോഗം കിട്ടിയാൽ അതൊന്നും ബൂസീരി ഇമാമിന്റെ കവിതയോട് അടുത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഹംദിയത്തുൻ നബവിയ്യ എന്റെ അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് രചയിതാക്കളും അതിലേറെ പ്രസംഗകന്മാരും എടുത്തുദ്ധരിച്ച വരിയായിരിക്കാം ഉലിദൽ ഹുദാ എന്ന മനോഹരമായ വരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്മാർഗത്തിന്റെ പ്രകാശം ഉൾക്കൊണ്ട് വിജയത്തിന്റെ ധാരയിലേക്ക് കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു.
ആ ജനിക്കുന്ന സമയത്തിന് നമുക്ക് നവജാത ശിശുവിലേക്ക് വരാം. ലോകം കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും കണ്ണും കൽബും കാതും മക്കയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുന്നത് സുജൂദിലായിട്ടാണ്. വസ്ജുദ് വഖ്തരിബ് അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. അല്ലാഹുവിലേക്ക് ഒരു ദാസൻ എടുക്കുന്ന ഏറ്റവും ധന്യമായ മുഹൂർത്തം അത് സുജൂദാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്കാണ് വീഴുന്നത്. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, ലക്കൽ ഖുർബു മിൻ മൗലാക യാ അശ്റഫൽ വറാ വഅൻത ലികുല്ലിൽ മുർസലീന ഖിതാമു. ഓ നബിയേ, അല്ലാഹുവിലേക്ക് ഏറ്റവും സാമീപ്യമുള്ള പ്രഭോ, എല്ലാ പ്രവാചകന്മാരുടെയും അന്ത്യപ്രവാചകരായ നബിയേ, അവിടുന്ന് സുജൂദിലേക്ക് വീഴുന്നു. സുജൂദിലേക്ക് പിറന്നു വീഴുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് അവിടുത്തെ രണ്ട് കൈകളും രണ്ട് കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന റളിയല്ലാഹു അൻഹ പറയുകയാണ്, ثم وقع جاثيا على ركبتيه معتمدا على الارض بيديه ورفع راسه الى السماء. അവിടുന്ന് മുട്ടുകുത്തി വീഴുകയാണ്, അല്ലാഹുവിലേക്ക് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് പിറക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ രണ്ട് കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തുന്നു. ആ ആകാശത്തേക്ക് ഉയർത്തിയത് ഒരിക്കലും നിഷേധിക്കപ്പെടാത്ത അവിടുത്തെയുടെ ഉയർച്ചയുടെ സൂചനയാണ് എന്ന് മഹാന്മാരായ ആത്മീയ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ ഉടനെ വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഇമാം യൂസുഫ് സാലിഹി പറയുന്നുണ്ട്, ഇമാം സബ്ബാൻ റളിയല്ലാഹു അൻഹു അൽഫിയുടെ വ്യാഖ്യാനം എഴുതിയ സബ്ബാൻ എന്ന മഹാനായ പണ്ഡിതന് അൽ ഇസ്ആഫ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയിൽ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ചെറിയ ഗ്രന്ഥം. അതിൽ പറയുന്നുണ്ട്, ഇബ്നു കസീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവും അവിടുത്തെ മുലകുടിക്കാലവും മാത്രം പറയാൻ വേണ്ടി ഒരു ചെറിയ റിസാല എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം അങ്ങനെ ഒരുപാട് മഹാന്മാർ അവിടുത്തെയുടെ ധന്യ മുഹൂർത്തങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് നടത്തിയ സ്വതന്ത്ര രചനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴുന്നു. എന്നിട്ട് അല്ലാഹുവിലേക്ക് പറയുകയാണ്. മാത്രമല്ല ആ സമയത്ത് അവിടുന്ന് കേൾക്കുകയാണ്, റഹിമക്കല്ലാഹ് ഔ റഹിമക റബ്ബുക് ഫഅലാ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. അപ്പോഴവിടുന്ന് ആമിന റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന മഹദികൾ പറയുകയാണ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന സമയത്തോ ഷഫാ ബിൻത് അംർ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹാ മഹദി പറയുകയാണ്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീണു. ثم അൽബസ്തുഹു വഅദ്ജഅതുഹു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു ഞാൻ കിടത്തി. അവിടുത്തെ ആദരണീയമായ സാന്നിധ്യത്തിൽ അവിടുത്തെയുടെ എല്ലാ മഹത്വങ്ങളും നമ്മൾ പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി വീഴുകയാണ് അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീഴുമ്പോ അവിടുത്തെയുടെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണ്. അവിടുത്തെയോ ലിംഗച്ഛേദ ശിഖാഹീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ്, മാർഗം നിർവഹിക്കപ്പെട്ടവരായിട്ടാണ് ജനിക്കുന്നതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി അവാർഡ് കൊടുത്ത അർ റഹീഖുൽ മഖ്തൂം എന്നൊരു ഗ്രന്ഥമുണ്ട്.
ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം. ഉത്തരേന്ത്യയിൽ ഒരു പണ്ഡിതൻ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ രചന മനോഹരമാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ലോകവ്യാപ്തിയുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അയാൾ അവലംബങ്ങളെ പഠിച്ചിട്ടില്ല എന്നാണ് ആ ഗ്രന്ഥം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സഫിയുർ റഹ്മാൻ മുബാറക് പൂരി എഴുതിയ അവിടുത്തെ അർ-റഹീഖുൽ മഖ്തൂമിൽ ഈ വിഷയം സ്വീകാര്യോഗ്യമല്ലെന്ന് എഴുതിയത് അയാൾക്ക് പ്രമാണങ്ങളെ പഠിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടോ ആരുടെയോ പ്രമാണ ശൂന്യതയിൽ പെട്ടുപോയത് കൊണ്ടോ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. കാരണം സ്വീകാര്യോഗ്യരായ 37ഓളം പ്രമുഖ നിവേദകന്മാർ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ടെന്നും അത് അവിതർക്കിതമായ രൂപത്തിൽ വന്നിട്ടുണ്ടെന്നും ഇമാമുകൾ അവിടുന്ന് പറയുന്നു. വലിദ മഖ്തൂനാ ജമാഅത്തും മിനൽ വഖദ് ജസമ ജമാഅത്തും മിനൽ ഉലമാഇ മിൻഹും ഹിശാം ബിൻ മുഹമ്മദ് ബിൻ സായിബ് ഫീ കിതാബിൽ ജാമിഅ വബിൻ ഹബീബ് ഫിൽ മുഹബ്ബർ വബിൻ ദുറൈദ് ഫിൽ വിശാഹ് വബിൻ അൽ ജൗസി ഫിൽ ഇലൽ വത്തൽഖീഹ് വഖാല അൽ ഹാകിം ഫിൽ മുസ്തദറക്. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ പറയുകയാണ്, തവാതറത്തിൽ അഖ്ബാറു ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിദ മഖ്തൂനാ. മേൽ പറയപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ അവിടുത്തെ മുസ്തദറക്കിൽ പറഞ്ഞു, അവിതർക്കിതമാം വിധം ഐക്യകണ്ഠേന ലോക മുസ്ലിങ്ങളും പണ്ഡിത ലോകവും വിലയിരുത്തിയതാണ്. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലാ. ഈ വിമർശനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയപ്പോൾ എല്ലായിടത്തും തെളിവ് പറയാത്ത മഹാൻ അവിടെ പറഞ്ഞു, വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹ്. സ്വീകാര്യയോഗ്യമായ ഖബറിൽ നിവേദനത്തിൽ വന്നത് പ്രകാരം ഞാൻ പറയുന്നു, അവിടുത്തെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി സുറുമയണീക്കപ്പെട്ടവരായി പുതിയാപ്പളെ പോലെ നബിതങ്ങൾ ജനിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പരാമർശങ്ങൾക്കും പ്രമാണം പറയാത്ത മഹാൻ, അതിന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ശറഫുലന മൗലിദിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉദ്ദൈബഗിയുടെ മൗലിദ് ഉദ്ദൈബഗയിലും ഈ വിഷയം പറയുമ്പോൾ പ്രമാണം പറഞ്ഞുകൊണ്ടാണ് കൈകാര്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലദതുഹു മഖ്തൂനൻ വമക്ഹൂലാ റവാഹു തബറാനി വഅബൂ നുഐം വഇബ്നു അസാകിർ ഖാല ഫി സുഹർ സനദുഹു ജയ്യിദുൻ. ഇതിന്റെ പരമ്പര സർവ്വസ്വീകാര്യമാണ്. ആരോഗ്യമുള്ള പരമ്പരയിലൂടെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജനിക്കുന്നു മഖ്തൂനായി, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ഖൈലരി പറയുകയാണ്, ഹാദാ ഫീ ഹഖ്ഖി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗായത്തുൽ കമാൽ. അവിടുത്തെ പരിപൂർണതയുടെ പാരമ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിച്ചു എന്നും അവിടുത്തെ ഗോപ്യമായ ഭാഗം ആരും കണ്ടിട്ടില്ല എന്നും മഹാന്മാര് നിവേദനം ചെയ്യുന്നു. കഴിഞ്ഞ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുമ്പോൾ അവിടുത്തെ ഗോപ്യമായ ഭാഗം എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നോക്കാൻ ഒരാൾക്കും കഴിയില്ല, നോക്കിയാൽ അയാൾ അന്ധനായി പോകും. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫാത്തായ ശേഷം തിരുശരീരം കുളിപ്പിക്കുന്ന സമയത്ത് പോലും ഒരാൾക്കും നോക്കിയാൽ പിന്നെ അയാളുടെ കണ്ണിന് കാഴ്ചയുണ്ടാവൂല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിരുന്നു. അത് പ്രകാരം അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചിരുന്നു എന്ന വിഷയം മൗസൂഅത്തു സീറത്തി സയ്യിദിൽ അനാം എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അവിടുന്ന് പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. അവിടുത്തെയുടെ പൊക്കിൽ പൊടി തൂങ്ങിക്കിടന്നിട്ട് അത് കൊഴിഞ്ഞു പോകാൻ കാത്തിരിക്കേണ്ടി വന്നില്ല. അത്രയും വിശുദ്ധമായി, ഒരു മ്ലേച്ഛതകളുമില്ലാതെ, പ്രസവ സമയത്ത് കുട്ടിയോടൊപ്പം വരുന്ന അഴുക്കുകളൊന്നുമില്ലാതെ. ഇത് പറയുമ്പോൾ യൂസുഫ് സാലിഹി പറയുകയാണ്, അവിടുന്ന് മഖ്തൂനായി ജനിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല,
ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിച്ചവർ വേറെ അമ്പിയാക്കന്മാരുമുണ്ട്. ആ നിവേദനത്തെ വിമർശിക്കുന്നവർക്ക് ഒരു കാതം മുന്നോട്ടെറിയുകയാണ്. മുൻകാല പ്രവാചകന്മാരിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വഹും സക്കരിയ ശീസു ഇദ്രീസു യൂസുഫു വഹല്ലലതുൻ ഈസാ വമൂസാ വആദമു ونوح شعيب سام لوط وصالح سليمان يحيى هود ياسين خاتم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൂദ് നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ശുഐബ് അലൈഹിസ്സലാം തുടങ്ങിയുള്ള പ്രവാചകന്മാരും അങ്ങനെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് ലോകത്തോട് ജനിച്ചത് എന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നബിതങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി പിറക്കാനുള്ള പ്രാമാണികമായ യോഗ്യതയ്ക്ക് ഒരു പ്രബലമായ പിന്തുണ കൂടി ചേർത്ത് വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെയുടെ ചരിത്രം വിശുദ്ധമായി പഠിക്കാനും അതെല്ലാം ശരിയായി ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ആമിന ബീവിയുടെ മടിത്തട്ടിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അവിടുന്ന് അറബ് ലോകത്തൊരു പതിവുണ്ട്. കുട്ടി രാത്രി ജനിച്ചാൽ ആ കുട്ടിയെ മൂടി വെക്കും. രാവിലെ ആയിട്ടേ ആ മൂടി തുറക്കും. കാരണം വെളിച്ചത്തിലേക്ക് കുട്ടി വരട്ടെ എന്ന സങ്കല്പത്തിലാകാം. അങ്ങനെ കുട്ടി രാത്രി ജനിച്ചാൽ പ്രഭാതമാകുന്നത് വരെ ഒരു ചട്ടിയോ ഒരു പാത്രമോ എന്തെങ്കിലും എടുത്ത് മൂടി വെക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. ഇമാം അബൂ നുഐം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, കാന ഫീ അഹദിൽ ജാഹിലിയ്യത്തി ഇദാ ഉലിദ ലഹും മൗലൂദ് മിൻ തഹ്തിൽ ലൈൽ വളഊഹു തഹ്തൽ ഇനാ ലാ യൻദുറൂന ഇലൈഹി ഹത്താ യസ്ബഹൂ. അവര് പ്രഭാതമാകാതെ കുട്ടിയിലേക്ക് നോക്കൂല, ആ കുട്ടിയെ മൂടി വെക്കും. എന്നാലോ ഫലമ്മാ ഉലിദ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. നവജാത ശിശുവിന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാതാഹുൻ അബ്ദുൽ മുത്തലിബ്. ഈ വിഷയം അറിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ അടുക്കലേക്ക് സ്ത്രീകൾ ചെന്നു. ഫഖുൽന മാ റഅയ്നാ മൗലൂദൻ മിസ്ല. ഇതുപോലെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണ പോലെ ജനിച്ചു, സാധാരണ പോലെ വളർന്ന്, സാധാരണ പോലെ പ്രവാചകത്വം ലഭിച്ചതല്ല. ഇതുപോലെ ഞങ്ങൾ ഒരാളെ കണ്ടിട്ടേ ഇല്ല. അന്നത്തെ അവിടുത്തെ പേറ്റിച്ചികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസവമെടുക്കാൻ അവിടുത്തെയുടെ ജന്മത്തിന്റെ സമയത്ത് ആമിനത്തു തുഹ്റായുടെ അടുക്കൽ നിന്ന സ്ത്രീകൾ വന്നിട്ട് പറയുന്നു, അബ്ദുൽ മുത്തലിബേ, ഇതുപോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആ കുഞ്ഞിനെ മൂടി വെച്ചിട്ട് തിരിച്ചു ചെന്നപ്പോഴേക്ക് ഷാഖിസൻ ബസറഹു ഇലസ്സമാ, ആകാശത്തിലേക്ക് നോക്കിക്കിടക്കുകയാണ്. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി, നിങ്ങൾ വെറുതെ ശ്രദ്ധിക്കാതിരിക്കരുത്, ആ കുഞ്ഞിനെ സൂക്ഷിച്ചു കൊള്ളണം. ഫൈന്നി അർജു അൻ യുസീബ ഖൈറാ. ഒരുപാട് സുവിശേഷത്തിന്റെ വൃത്താന്തങ്ങളുടെ വാഹകനായി ആ കുട്ടി വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ നന്നായി ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് പറയുന്നു. അങ്ങനെ ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വരാം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകളുടെ ഉറുദു കാവ്യങ്ങൾ എടുത്തു നോക്കി. പലരും അതിൽ വിസ്മയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ജിഗർ മുറാദാബാദിയെ പോലെയുള്ള ആളുകൾ, അല്ലാമ ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഉറുദുവിൽ കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ പ്രേമം ചുരത്താൻ അവർക്ക് ഭാഗ്യമുണ്ടായോ എന്നെനിക്കറിയില്ല. ആ മധുരമാ കവിതകളിലൊന്നും കാണുന്നില്ല. അതേ സമയത്തോ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുന്ന് പറയുന്നു, ഓ കൻസേന എ നൂറേ ഫശാ വകുൻ സേയ്യാ ये बज़ में फुका ये थर तन वो जान ये बाग़े जिनान ये सारा आसमां तुम्हारे लिए. എങ്ങനെയാണ് അർത്ഥം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാ ഔന്നത്യങ്ങളും
ഓ കൻസേ നഹാ, അമൂല്യമായ നിധികളുടെ ആകത്തുകകൾ മുഴുവനും, ഏ നൂറേ ഫശാ, ജ്യോതിർഗോളങ്ങളുടെ ജ്യോതിസ് മുഴുവനും, ഓ കുൻസേ ഇയാ, ഉണ്മയുടെ മുഴുവൻ ആത്മാവുകളും, ഏ ബസ്മേ ഫുകാ, മുഴുവൻ മെറ്റീരിയൽ ലോകത്തിന്റെയും പ്രസന്റേഷനുകളും, എല്ലാ തരുക്കളും ജീവനുകളും, സ്വർഗത്തിന്റെ പൂന്തോപ്പുകളും, ആകാശത്തിന്റെ ആകത്തുകയും, തുമാരേ ലിയേ ഹബീബേ, അവിടത്തേക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ്. ഇത് ഭാഷയുടെ സാങ്കേതിക വൈദഗ്ധ്യമല്ല, ഇത് അനുരാഗത്തിന്റെ ആത്മാവിലെ ഉറവയാണ്. 1000 ചില്ലാനം ഗ്രന്ഥമെഴുതിയ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ, അല്ലാഹു അവിടുത്തെയുടെ വൈജ്ഞാനിക പ്രവൃത്തി കൊണ്ട് നമുക്ക് ഇൽമിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു തരട്ടെ. ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. സുഹൂറേ നഹാ ഖിയാമേ ജഹാ റുകൂഅേ മഹാ സുജൂദേ ശഹാ നിയാസേ ഹാ നമാസേ വഹാ യേ കിസ്കേ ലിയേ തുമാരേ ലിയേ. അവിടുത്തെയുടെ അർച്ചനകൾ, ഇവിടുത്തെയുടെ സമർപ്പണങ്ങൾ, ലോകത്തിന്റെ നിദാനങ്ങൾ, കാലത്തിന്റെ പ്രകമ്പനങ്ങൾ എല്ലാം നബിയെ തിങ്കളെ ആർക്കു വേണ്ടിയാണ്? കിസ്കേലിയെ, ആർക്കു വേണ്ടിയാണ്? തുമാരേലിയെ, തങ്ങൾക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ്. അനുരാഗത്തിന്റെ ആത്മാവുകൾക്ക് ആവേശം പകർന്ന് അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് വീഴുകയാണ്. പിറന്ന് അവിടെ കിടക്കുന്നതോ സുജൂദിലാണ്, മുസബ്ബിഹാ വിരൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നവജാത ശിശു സംസാരിക്കുകയാണ്. ഇമാമുകൾ ഒരുപാടും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ. ഇവിടെയും നബി തങ്ങൾ സംസാരിച്ചു എന്നതിൽ നിങ്ങൾ അത്യുക്തി കാണേണ്ടതില്ല, അത് അസംഭവ്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകണ്ട. അതിന് പ്രചോദനമായി 1-2 കാര്യങ്ങൾ പറയാം. തകല്ലമ ഫിൽ മഹ്ദിൻ നബിയോ മുഹമ്മദോ വമൂസാ വഈസാ വൽ ഖലീലു വമർയമോ. നബി തങ്ങളെ സംസാരിച്ചു, മൂസാ നബി, ഈസാ നബി സംസാരിച്ചു, ഇബ്രാഹിം നബി, മറിയം എന്നവർ സംസാരിച്ചു. വമുബിരി ജുറൈജിൻ സുമ്മ ഷാഹിദു യൂസുഫി, യൂസുഫ് നബിക്ക് സാക്ഷ്യം പറഞ്ഞ ബാലനും ജുറൈജ് എന്ന ആധ്യാത്മിക ഗുരുവിന്റെ ചാരിത്രത്തെക്കുറിച്ച് സാക്ഷി നിൽക്കാൻ വേണ്ടി ജാരസന്തതിയായി ജനിച്ച കുട്ടിയും മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തല ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസ്സായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു.
പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ.